ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി കേരള നിയമസഭ. സംഭവം എന്താണെന്നല്ലേ? അബ്ദുൾ നാസർ മദനി തീവ്രവാദിയാണെന്ന് ബി ഗോപകുമാർ പറഞ്ഞു, MLA പറഞ്ഞു. ജനൻ ടിവിയുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഒന്നിന് നടന്ന ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ FCRA ബില്ലിനെതിരെ ഇടതും വലതും ചേർന്ന് പ്രമേയം പാസാക്കിയിരുന്നു. പ്രമേയത്തെ എതിർത്ത് BJP നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ പ്രസംഗിച്ചു. ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് ബാംഗ്ലൂർ സ്ഫോടന കേസ് പ്രതിയും PDP ചെയർമാനുമായ അബ്ദുൾ നാസർ മദനിയെ പരാമർശിച്ച് ബി ഗോപകുമാർ പ്രസംഗിച്ചത്. അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ നിയമസഭയാണ് രാജ്യസുരക്ഷയ്ക്കായുള്ള ബില്ലിനെ എതിർക്കുന്നു എന്നാണ് ഗോപകുമാർ പ്രസംഗിച്ചത്. ഈ പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് PDP സംസ്ഥാന സമിതി നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. തുടർന്ന് പരാമർശം സഭാരേഖകളിൽ നിന്നും ഒഴിവാക്കി. പരാമർശം നീക്കിയ വിവരം MLA അറിയുന്നത് പോലും PDP നേതാക്കളുടെ ഫേസ്ബുക്കിലൂടെയാണ്. നിയമസഭാ ചട്ടപ്രകാരം സമ്മേളനം നടക്കുന്ന സമയത്താണ് പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കുന്നതെങ്കിൽ സ്പീക്കർ സഭയെ അറിയിക്കണം. സമ്മേളനം ഇല്ല എങ്കിൽ ബന്ധപ്പെട്ട അംഗത്തെ രേഖാമൂലം അറിയിക്കണമെന്നാണ് നടപടിക്രമം. എന്നാൽ ഇക്കാര്യത്തിൽ ബി ഗോപകുമാറിനെ രേഖാമൂലം അറിയിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി സ്വീകരിച്ചെന്ന വിമർശനവും നിലവിൽ ഉയരുന്നുണ്ട്. ജനം